വിയറ്റ്നാമിലെ ഹനോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം നമ്മുടെ ഗൈഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ലേഡീസ് ഓൺലി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ലേഡീസ് ഓൺലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ലേഡീസ് ഓൺലി നിങ്ങൾ എന്താണെന്നുള്ളത് അല്ലേ. ഇത് നമ്മളോടൊപ്പം വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. പല യാത്രകളും അവർ നമ്മളോടൊപ്പം തന്നെയാണ് അവർ നടത്തുന്നത്. അത് പ്രകാരം നമ്മുടെ ചേച്ചിമാരോടൊപ്പമുള്ള യാത്ര. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്ത് വളരെ വൈകി പുറപ്പെട്ട വിമാനം. അറിയാമല്ലോ, കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 11:50-നാണ് വിയറ്റ്ജെറ്റിൻ്റെ ഫ്ലൈറ്റ്. അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിരുന്നു, കാഴ്ചകളൊന്നും പകർത്താൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് 5 മണിക്കൂർ നീണ്ടുനിന്ന യാത്ര. അവിടെ നിന്ന് നേരെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് അവിടെ ഒരു 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. വിസ പ്രൊസീജിയറുകളെല്ലാം തന്നെ ഹോച്ചിമിൻ സിറ്റിയിലായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ വലിയ ക്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ വിസ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. വിസയുടെ കാര്യം അറിയാമല്ലോ, വിയറ്റ്നാം വരുമ്പോൾ നേരെ ഓൺ അറൈവൽ വിസയല്ല, നമ്മൾ നേരത്തെ വിസ എടുക്കണം. അപ്പോൾ വിസ എടുത്തിട്ടാണ് വന്നത്. അത് പ്രകാരം പക്ഷേ വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ എത്തി വിസ അടിച്ചതിന് ശേഷം ലഗേജൊക്കെ എടുത്ത് അടുത്ത ഡൊമസ്റ്റിക്കിലേക്ക് നടന്നാണ് വരേണ്ടത്. തൊട്ടടുത്ത് തന്നെയാണ് അത്. നടന്ന് വന്നതിന് ശേഷം അപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് നമ്മുടെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത്ര തന്നെയുള്ളൂ. അത് പ്രകാരം അങ്ങോട്ട് നടന്ന് വന്ന് അവിടെ നമ്മൾ വീണ്ടും ചെക്ക് ഇൻ ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ഫ്ലൈ ചെയ്ത് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് വിയറ്റ്നാമിലെ ഹനോയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹനോയിൽ എത്തിയപ്പോൾ ഇത് വളരെ തിരക്ക് കുറഞ്ഞ എയർപോർട്ട്. മറ്റോടത്താണെങ്കിൽ ഭയങ്കര തിരക്കാണെങ്കിൽ ഇവിടെ തിരക്ക് കുറവാണ്. ഓരോ 5-10 മിനിറ്റിൽ വിമാനങ്ങൾ വന്ന് പാസഞ്ചേഴ്സ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടീം ലഗേജൊക്കെ എടുത്ത് വരുന്നു. ഗൈഡ് നമ്മളോടൊപ്പം ഉണ്ട്. ഗൈഡിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. യെസ്, ഫൈൻ. ഹൗ ആർ യു? അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ കൂടെ ഈ ഗൈഡ് ഉണ്ടായിരിക്കും. വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പതിവ് പറ്റണം നിന്ന് കുറേ കാഴ്ചകൾ കാണിക്കുന്നതിനപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഈ വീഡിയോ കൊണ്ടുപോകാം.